കലാശിക്കാവ് എന്നായിരിക്കും പേര്. പുതിയ വണ്ടിയിൽ എൽഡറാഡോ എന്നായിരിക്കും നമ്മൾ. എൽഡറാഡോ BMRന്റെ ലുക്കൊന്നും എത്ര കാലം കഴിഞ്ഞാലും മാറിപ്പോവില്ല ഗൈസ്. സ്പീക്കറാണ് നമുക്ക് മനസ്സിലായി, രഞ്ജൂസിന്റെ സ്പീക്കറാണ്. ഈ റെഡ് കളർ സാധനമൊക്കെ രഞ്ജു അതിന്റെ മാസ്റ്റർ പീസ് ആണ് ഗൈസ്. ഉദാഹരണമല്ല, നമ്മുടെ ബ്ലഡ് പച്ച കുത്തിയിരിക്കുന്നു ഗൈസ്. ഇതാണ് കേട്ടാലും എന്തിനു പോകണമെന്ന് പറഞ്ഞാൽ ഉടൻ പറഞ്ഞ് എനിക്ക് ഡ്രൈവറായിട്ട് പോയി വണ്ടി ഓട്ടിക്കണം, അതും ബസ് ഓട്ടിക്കണം. അവിടെ വണ്ടിയുടെ അകങ്ങളുണ്ടോ? അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു കിഡിലം വണ്ടിയുടെ ഒരു റിവ്യൂ ആയിട്ട് കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛന്മാരെ വൈറ്റ് കളറിൽ കിടക്കുന്ന നൈന്യൂസ് എന്ന പേരിൽ വണ്ടി കിടക്കുന്ന, പക്ഷേ നൈന്യൂസിൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഒരു പുതിയ ആൾക്കാർ എടുത്തായിരുന്നു, നമ്മുടെ ഡിഫൻഡർ ടീം. അപ്പോൾ അവരുടെ വിശേഷങ്ങളും ഈ വണ്ടിയുടെ വിശേഷങ്ങളും വല്ലഭ എന്ന എഡിഷനെയുമുള്ള ഈ ഒരു വണ്ടിയുടെ കിഡിലം വിശേഷങ്ങളായിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അച്ഛന്മാരെ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ചാമര എന്നത്തെ പോലെ നമ്മുടെ ഒരു കിഡിലം വീഡിയോയിലേക്ക് ഒരടിപൊളി സ്വാഗതം. പൊഴിയൂർ ബീച്ചിലാണ്, നമ്മുടെ വിശ്വസുന്ദരമായ കടലുള്ള നമ്മുടെ പൊഴിയൂർ ബീച്ചിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കിട്ടില്ലൊരു വണ്ടിയുടെ പണ്ട് വീഗ വരുന്ന ഒരു കിഡിലം വണ്ടിയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ കിടക്കുന്ന വണ്ടിയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കാൻ പോകുന്നത്. എടാ പോണ്ട ഇവിടെ നിന്ന്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരനാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഓണർ. ചേട്ടാ പേര് പറഞ്ഞു? സച്ചിനാണ് എൻ്റെ പേര്. സച്ചിനാണ് പേര്. വിശേഷങ്ങളിലേക്ക് വരാം. ഒരു പുതിയൊരു പയ്യനോടെ പരിചയപ്പെടുത്തരാം. മറ്റേ പേര് പറ? ശ്രീജിത്ത്. നമ്മുടെ മോഗ്രയിലെ പയ്യനാണ്. മോഗ്രയിലെ ഓളിഞ്ഞോളൂ അല്ലേ അളിയാ? പറ, എങ്ങനെയുണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മോഗ്ര ടീമിൽ ചേർന്നതിന് ശേഷം നല്ലൊരു പുരോഗമനമൊക്കെ ഉണ്ട്. തള്ളിമറിയ. അപ്പോൾ വെച്ചാൽ നമുക്ക് വിശേഷങ്ങളിലേക്ക് വരാം. ചേട്ടാ നൈന്യൂസിന്റെ കയ്യിൽ നിങ്ങൾ വണ്ടി എടുത്തു. നേരത്തെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, ഇനിയൊരു വണ്ടി വരാൻ പോകുന്നു. അപ്പോൾ ആ വിശേഷങ്ങളും ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങളൊന്ന് കുറച്ച്. ഇത് നമ്മുടെ ആദ്യം നമുക്ക് ഡിഫൻഡർ എന്ന് പറഞ്ഞ ഒരു വണ്ടി ഉണ്ടായിരുന്നു, നമ്മളത് കൊടുത്തിട്ടാണ് നമ്മൾ ഈ നൈന്യൂസിന്റെ ഈ വണ്ടിയിൽ കൈ തൊടുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു തുടക്കത്തോടെയാണ് നമ്മൾ തൊടുന്നത്. അത്രേ ഉള്ളൂ. നമുക്ക് ഇനി ഇപ്പോൾ ചിങ്ങത്തിന് മുമ്പായിട്ട് നമുക്ക് ഇനി ഒരു ഷഡൗണും കൂടെ വരുന്നുണ്ട്. അതെ, അത് ഫുള്ള് ചിലപ്പോൾ ബ്ലാക്കിലായിരിക്കും. നല്ല വെറൈറ്റി ആയിട്ട് ഫുൾ വർക്കൗട്ടാണ് വരുന്നത്. അതും കുട്ടൻസിന്റെ വർക്കാണ് ഫുൾ വർക്ക്. അത് എസ്റ്റിമേറ്റ് എല്ലാം ഇട്ടിട്ടുണ്ട് വണ്ടിയിൽ. 10 ലക്ഷം രൂപ ഏറെക്കുറെ വർക്ക് തിരുവനന്തപുരത്ത് വരാൻ വരുന്നത്. പിന്നെ ഈ വണ്ടിയുടെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഇതിലിപ്പോ വൈറ്റ് ആണ് വണ്ടി, എങ്കിലും ഫുള്ള് അത്യാവശ്യം അകത്ത് ഫുള്ള് വർക്ക് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അത് നമുക്കിപ്പം അങ്ങോട്ട് പോകുമ്പോൾ അറിയാൻ പറ്റും. ഇതിലിപ്പോ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ രഞ്ജൂസിന്റെ വർക്കാണ് ഇരിക്കുന്നത്. ഈ വണ്ടിയുടെ വണ്ടി എടുത്തതിന് ശേഷം വേറെ എന്തെങ്കിലും ചെയ്തായിരുന്നു? ഇല്ല, ഇതിൽ വേറെ നമ്മൾ അപ്ഡേഷൻ ചെയ്തിട്ടില്ലായിരുന്നു. നേരത്തെ ഇരുന്ന പോലെ തന്നെ ഇരിക്കുന്നത്. ഇനിയിപ്പോ അടുത്ത അപ്ഡേഷൻ കയറ്റാൻ പോവുകയാണ്. വാങ്ങിച്ചിട്ട് അതെ കുറച്ച് നാളായതുള്ളൂ. നിങ്ങളുടെ സ്ഥലം ഒന്ന് പറയട്ടോ? നമ്മുടെ കറക്റ്റ് പ്രോപ്പർ പൂവാറിലെന്ന് ഉച്ചക്കട വരുന്ന വഴിയാണ്. ഉച്ചക്കടയിൽ ഒരു പമ്പിന്റെ ആ ഭാഗത്താണ് നമ്മുടെ വണ്ടി. ബാക്കി ക്രൂ മെമ്പേഴ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇതിന്റെ മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഹുൽ എന്ന് പറഞ്ഞ പുള്ളിയാണ്. പുള്ളിയാണ് ഇതിന്റെ ഡ്രൈവർ. പിന്നെ ഇതില് കിളിയുണ്ട്. കിളിയുടെ പേരെന്ന് പറഞ്ഞാൽ 2-3 കിളിയുണ്ട്. ഒന്ന് ശ്രീജിത്ത് ഉണ്ട്, ഒന്ന് ജയേഷ് ഉണ്ട്. പിന്നെ ഇതിൽ മെയിൻ ഒരു ചേട്ടൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു ആണ്, ഇതിന്റെ ഓണർ, ആദ്യത്തെ ഓണർ. ആ പുള്ളിക്കാരനാണ്. പുള്ളി നമുക്ക് ഫുൾ സപ്പോർട്ടാണ്, എന്തിനും ഫുൾ സപ്പോർട്ടാണ്. പിന്നെ ആ പുള്ളിയുടെ കൂടെ നിൽക്കുന്ന കുക്കു എന്ന് പറഞ്ഞ പയ്യുണ്ട്. അതെല്ലാം ഇനി അടുത്ത് പുതിയ വണ്ടി ഇറങ്ങുന്ന സമയത്ത് ആ പുള്ളി അവരെല്ലാവരും വരുന്നത്. ഇന്ന് മഴ ആയതുകൊണ്ടാണ്. ഇപ്പം ഒത്തിരി പയ്യന്മാരുണ്ടായിരുന്നു, എല്ലാവരും കുറച്ച് തിരക്കായിട്ട് അങ്ങനെ മാറിപ്പോയതാണ്. പിന്നെ അതിന്റെ കൂടെ അക്ഷയ് എന്ന് പറഞ്ഞ പയ്യുണ്ട്. ആ പുള്ളിക്കാരനാണ് നമ്മൾ അത്യാവശ്യം പാക്കേജും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു പയ്യൻ. വണ്ടിയുടെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാമാണ് ഒരു ഡിഫൻഡർ ടീമിന്റെ വിശേഷങ്ങൾ. ഇനി ഈ പേരൊക്കെ ഇവർ മാറ്റി നടക്കും. ഇപ്പം വണ്ടി എടുത്തിട്ട് വന്നതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അച്ഛന്മാര് ഫസ്റ്റ് നമുക്ക് എടാ വണ്ടി ഉണ്ട്, എങ്ങനെയുണ്ട് വണ്ടി? അടിപൊളി വണ്ടിയാണ്, സൂപ്പർ വണ്ടിയാണ്. കണ്ടിട്ട് എങ്ങനെ എന്ത് തോന്നി? കണ്ടിട്ട് നല്ല അടിപൊളി, അത്യാവശ്യം നല്ല വണ്ടിയാണ്. നമുക്ക് പാക്കേജ് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. വണ്ടി ഭ്രാന്തനാണ് കൈസി, അതെടുത്ത് പറയണം. അപ്പോൾ വെച്ചാൽ നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ടിലത്തെ ഒരു ലുക്ക് നോക്കി തുടങ്ങുമ്പോൾ മുകളിൽ ടോപ്പ് ലൈറ്റ് നിയോൺ ചുറ്റി നിരത്തി വെച്ചിട്ടുണ്ട്. അതിൽ ഒരു ടോപ്പ് ലൈറ്റ് അവിടെ കാണാനില്ല, നമുക്ക് അടുത്ത അപ്ഡേഷനിൽ കാണാം. ഇതിപ്പോൾ വണ്ടി അവർ എടുത്തിട്ട് വന്നിട്ട് അത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കൈസ്. ഇപ്പോൾ മുകളിൽ നൈന്യൂസിൻ്റെ പേര് ഇപ്പോൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നൈന്യൂസിൻ്റെ പേര് അടിപൊളിയായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് കൈസ്. അപ്പോസ് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ രീതിയിൽ നൈന്യൂസിൻ്റെ ഒരു പേര് അവിടെ എഴുതിയിട്ടുണ്ട്. ആ സ്ഥാനത്തിന് ഇവരുടെ പേര് വരും. ചേട്ടാ വണ്ടി പിക്സലല്ലേ? നെയിം ബോർഡ് പിക്സലാണ്. അപ്പോൾ നെയിം ബോർഡ് പിക്സലാണ് അവർ ചെയ്തേക്കുന്നത്. നേരെ താഴേക്കൊരു വണ്ടിക്കുള്ള എഡിഷൻ നെയിം വല്ലഭ എന്നാണ് എഴുതിയിരിക്കുന്നത്. കിങ് ഈസ് ബാക്ക്.
ഈ എഡിഷൻ നെയിം നിങ്ങൾ മാറ്റുന്നുണ്ടോ? ഇതിന് ചിലപ്പോൾ കലാഷിക്കാവോ എന്നായിരിക്കും പേര്. കലാഷ്നിക്കാവോ നമ്മുടെ പഴയ ഡിഫൻഡറിന്റെ പേരാണ്. ആണല്ലേ? നമ്മൾ കൊടുത്ത വണ്ടിയുടെ പേര്. അതുകൊണ്ട് അതിന്റെ സ്ഥാനത്ത് ഇതിനെ ആക്കിയിട്ട് പിന്നെ പുതിയ വണ്ടിയിൽ എൽഡറാഡോ എന്നായിരിക്കും നമ്മൾ. എൽഡറാഡോ മൊത്തം KGF, മൊത്തം നമ്മളെ KGF-ന്റെ കളിയായിരിക്കും. അത്രേ ഉള്ളൂ. അങ്ങനെയാണ് ഇപ്പൊ ഇതിന്റെ എഡിഷൻ നെയിം ഇപ്പൊ മാറ്റുന്നുണ്ട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഇതിൽ കറന്റ് ആയിട്ട് വല്ലഭ കിങ് ഈസ് ബാക്ക് എന്നുള്ള രീതിയിലാണ് ആ ഒരു എഡിഷൻ നെയിം അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഫുൾ വണ്ടി വൈറ്റിലാണ് കിടക്കുന്നത്. ഫുൾ ഒരു ഇതും ചെയ്തിട്ടില്ല, വണ്ടി ഫുൾ വൈറ്റിലാണ്. ഇതിൻ്റെ ഒരു ഫ്രണ്ടും സൈഡും ഫുൾ ലുക്കായിട്ട് കിടക്കുന്നത്. പക്ഷേ ഫ്രണ്ടിലത്തെ കാര്യം പറയുമ്പോൾ എൻ്റെ വീഗയാണ് വരുന്നത്. അപ്പോൾ വീഗ ആയതുകൊണ്ട് തന്നെ അവർ താഴ്ന്ന് വന്നിട്ട് അവിടെ ബ്ലാക്ക് പോർഷൻ വന്നിട്ട് വൈറ്റിങ് താഴ്ന്ന് വന്നതുകൊണ്ട് നമ്മുടെ ഒരു കിടിലൊരു ലുക്ക് കിട്ടുന്നു. അപ്പം ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ലുക്കൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ട്രെൻഡിങ് എന്നും ട്രെൻഡിങ് തന്നെയാണ് നമ്മുടെ നിയോൺ ട്രെൻഡിങ്. എല്ലാ വണ്ടികളിലും ഇപ്പം ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് ഈ വണ്ടിയിൽ വേണ്ടി. അപ്പോൾ ഈ വണ്ടിയിൽ ഓൾറെഡി എല്ലായിടത്തും നിയോൺ ഇരിപ്പുണ്ട് ഗൈസ്. ഇവിടെ ഒരു കണ്ണ് പോലെയും അകത്ത് ഓരോ ലൈറ്റിൻ്റെ ഇടയിലും മൊത്തം നിയോൺ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഗണപതിയുടെ സ്റ്റിക്കർ ആ ഒരു രീതിയിൽ വെച്ചിട്ടുണ്ട്. എല്ലാം ദൈവിക കാര്യങ്ങളിൽ വേണമല്ലോ ഗൈസ്, അതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മൊത്തം വണ്ടിയുടെ ഫ്രണ്ടിൽ വൈറ്റ് ആണെങ്കിലും ലൈറ്റ് വർക്കിൽ അവർ കിട്ടില്ലുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അവർ നമ്പർ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ KL60A 6669 ഫാൻസി നമ്പർ. ടൂറിസ്റ്റ് ബസ്സുകാരെല്ലാവരും ഫാൻസി നമ്പർ അഡിക്റ്റാണ്. അതുപോലെ നമ്മളിവിടെ എക്സ്ട്രാ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട്. ആ ലൈറ്റിൽ നിയോൺ സ്ട്രിപ്പ് ചുറ്റി വെച്ചിട്ടുണ്ട്. അത് ഇവിടെയും വെച്ചിട്ടുണ്ട് ഗൈസ്. അതുപോലെ തന്നെ ഫ്രണ്ട് ക്രാഷ് കാർഡ് വെച്ചിട്ടുണ്ട്. അടിയിൽ കുറേ കുഞ്ചലങ്ങളും നീട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ ഒരു ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവർ ചെയ്തിട്ടുണ്ട് ഗൈസ്. എടുത്തു പറയേണ്ട കാര്യം ഇപ്പം BMR വേഗമാക്കിയതായാലും ZBK ആയാലും കാണാൻ പ്രത്യേക ഒരു അഴകാണ്. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. നമുക്ക് അത് കാണാൻ പ്രത്യേക ഒരു അഴകാണ്. അത് നമ്മുടെ സ്കാനിയ വണ്ടിയൊക്കെ നിൽക്കുമ്പോഴൊക്കെ തോന്നും. ഫ്രണ്ടിലേക്ക് നിൽക്കുമ്പോൾ അത് കറങ്ങ് താഴ്ന്ന് ആ ഒരു ബ്ലാക്ക് പോർഷൻ, ഇവിടെ ഒരു ബ്ലാക്ക് പോർഷൻ വരുന്നതുകൊണ്ട്, ഇവിടെ ഇത്ര ഒരു ബ്ലാക്ക് പോർഷൻ വരുന്നതുകൊണ്ട് താഴോട്ട് വൈറ്റ് ഇവിടെ നിന്ന് പകുതിക്ക് താഴ്ന്ന തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ വണ്ടി താഴ്ന്ന് കിടക്കുന്ന രീതിയിലുള്ള ഒരു ലുക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ലുക്ക് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് BMRൻ്റെ ലുക്കൊന്നും എത്ര കാലം കഴിഞ്ഞാലും മാറിപ്പോവില്ല ഗൈസ്. അപ്പോൾ ഫ്രണ്ടിലത്തെ ലുക്ക് പറയുമ്പോൾ അതെല്ലാമാണ്. പിന്നെ ഫ്രണ്ട് ഡാഷ്ബോർഡിൽ കുറേ ബോൾ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട് ഗൈസ്. മഞ്ഞ, പച്ച, നീല എല്ലാ കളറും ഉണ്ട്. 7 കളറിൽ ബോളെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പാവക്കുട്ടന്മാരെ ഫ്രണ്ടിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ലുക്ക് പറയുമ്പോൾ എൻ്റെ ഭാഷയെ പറഞ്ഞ മോനെ വേറെ ലെവൽ. അപ്പോൾ വെച്ചാൽ സൈഡിലേക്ക് പോകുമ്പോഴും ആ ഒരു ഫ്രണ്ട് ഡ്രൈവർ ക്യാബിനിൽ എന്തെങ്കിലുമൊക്കെ കോട്ട് കാണില്ല, അത് എവിടെ എഴുതിയിട്ടുണ്ട്, പ്ലീസ് എന്നെ ജോലി ചെയ്യാൻ അനുവദിക്കൂ എന്നുള്ള രീതിയിൽ ഒരു ടാഗ് ലൈൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ആരുടെ പടം ഉണ്ടായിരുന്നു മാഞ്ഞു പോയെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ പക്ഷേ അത് ഇനി ഒരു അപ്ഡേഷൻ വരുമ്പോൾ മൈക്കിൾ ജാക്സൺ അപ്പോൾ ഒരു അടുത്ത അപ്ഡേഷൻ വരുമ്പോൾ ഇവിടെയൊക്കെ കിട്ടില്ല ഗൈസ്. അപ്പോൾ വൈറ്റ് വണ്ടി സൈഡ് ഫുള്ള് വൈറ്റിലാണ് കിടക്കുന്നത്. ഇവിടെ പണ്ടത്തെ ആ ഒരു ഫാഷനിൽ ഇവിടെ മുകളിൽ കണക്ട് വിത്ത് അസോൺ എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്ക്, ട്വിറ്റർ, വാട്സപ്പ് എല്ലാം ഉണ്ട്. ഇത് പണ്ടത്തെ ട്രെൻഡിങ് ആയിരുന്നു ഗൈസ്. ആ സംഭവം ഇപ്പോഴും അവർ ഇതിൽ വെച്ചിട്ടുണ്ട്. മുകളിൽ നോട്ട് പെർഫെക്റ്റ് ഐ ആം എ സൈക്കോ ബോയ് എന്നുള്ള രീതിയിലൊരു ടാഗ് ലൈനും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്യാങ് ഓഫ് ഡി ജെ അത് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം ആ ഒരു രീതിയിലാണ് ഫ്രണ്ട് വൈറ്റ്, സൈഡ് വൈറ്റ്, മൊത്തം വണ്ടി ഫുള്ള് വൈറ്റിലാണെങ്കിലും ആ ഒരു ലുക്ക് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. വൈറ്റിലാണെങ്കിൽ വെള്ള സുന്ദരി എന്ന് പറയുന്ന രീതിയിൽ ആ ഒരു ലുക്ക് അത് എത്ര പറഞ്ഞാലും നമുക്ക് മതിയല്ല ഗൈസ്. നമ്പർ പ്ലേറ്റ് ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അതൊരു വെറൈറ്റി നമ്പർ 3690 വെറൈറ്റി ഇല്ലേ ഗൈസ്. അതുമാത്രമല്ല ഇവിടെ 6669 ഫാൻസി നമ്പറാണ് ഗൈസ്. ഏറ്റവും ബാക്കിലേക്ക് വരുമ്പോഴും ആ ഒരു ലുക്ക് അവർ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 9 ന്യൂസ് ഹോളിഡേയ്സ് അപ്പൂസ് കടക്കിൽ അവർ നമ്പർ വെച്ചിട്ടുണ്ട്. ഇത് 9 ന്യൂസിൻ്റെ നമ്പറാണ്. ഇവിടെ ഇനി ഡിഫൻഡറിൻ്റെ നമ്പറൊക്കെ വയ്ക്കണം ഗൈസ്. നമ്മളെ പ്രകാശിൻ്റെ ലോഗോ പഴയ ആ ഒരു ബാഡ്ജിങ്ങോടെ ഉൾപ്പെടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ബാക്ക് പോർഷൻ നോക്കുമ്പോൾ വണ്ടി വൈറ്റ് ആയതുകൊണ്ട് തന്നെ ആകാശത്തോട് സമൂഹമായിട്ട് നിൽക്കുന്ന തോന്നുന്നുണ്ട് ഗൈസ്. കാരണം ആകാശം വൈറ്റ്, ഇതും വൈറ്റ്. ആ ഒരു പേൾ വൈറ്റോടെ വണ്ടി കിട്ടില്ലുമായിട്ട് അന്യായ രീതിയിൽ നിൽക്കുന്നുണ്ട്. വണ്ടിയുടെ ഒരു ഓവർ ലുക്ക് പറയുമ്പോൾ ഗൈസ് വേറെ ലെവലാണ്. മറ്റേ ഫ്രണ്ട് വീഗ വന്നിട്ട് അതിൽ നിയോൺ ട്രെൻഡിങ്ങും ക്രാഷ് കാർഡും ലൈറ്റൊക്കെ വന്നപ്പോൾ ഒരു ഓളം അതൊക്കെ തന്നെ വണ്ടി തരംഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കേസ് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ നമ്മുടെ വീലാർച്ചിൻ്റെ അവിടെയും നിയോൺ ചുറ്റി വെച്ചിട്ടുണ്ട്. നിയോൺ ഇപ്പോൾ ട്രെൻഡിങ് ആണ്. ഏത് വണ്ടി നോക്കിയാലും എവിടെയൊക്കെ നിയോൺ കയറ്റാൻ പറ്റും അവിടെ എല്ലാം നിയോൺ വെച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ വെളിയിലുള്ള ലുക്ക് എല്ലാം അത്രയെല്ലാമാണ്. വണ്ടിയുടെ അകത്തേക്ക് കയറുമ്പോൾ ഫ്രണ്ട് ക്യാബിന് ഇന്ന് തന്നെ തുടങ്ങണം. ആ ഒരു ലുക്കോടെ തന്നെ എൻ്റെ പൊന്നെ BMRൻ്റെ ആ ഒരു ലുക്ക് എന്ന് പറയുമ്പോൾ അത് എത്ര കാലം കഴിഞ്ഞാലും മാറില്ല. ഇവിടെ ഫ്രണ്ടിൽ 9 ന്യൂസിൻ്റെ മറ്റേ വിസിറ്റിംഗ് കാർഡൊക്കെ അടിച്ചിട്ടുണ്ട്. നമ്മുടെ ഓണറായിട്ട് എന്താ കയറി വരുന്നു. ചേട്ടാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ, എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരാൾ കയറി വന്നു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് ആദ്യം കീഴടക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ക്യാബിനാണ്. നമ്മളതിനെ പറഞ്ഞാൽ ആ ക്യാബിന് അത്രയ്ക്കും സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെല്ലാം നമ്മുടെ നിയോൺ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 2 സ്പോട്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട്.
പിന്നെ ഇതിലെല്ലാം ലൈറ്റാണ്. പിന്നെ ഫോർവേഡ് ഇരിപ്പുണ്ട്. പിന്നെ ഇതെല്ലാം ആമ്പിന്റെ വർക്കാണ്. എത്ര ആമ്പ് വർക്കും? ഇതിൽ 6 ആമ്പ് 2 മോണോ ബ്ലോക്കുമാണ്. പിന്നെ ഇവിടെ ഒരു ഔജ് ഇരിപ്പുണ്ട്. ഫ്രണ്ട് ക്യാബിൻ എന്ന് പറയുമ്പോൾ അടിപൊളിയായിട്ട് കോളേജിലൊക്കെ പോയി അത് തന്നെയാണ് ലക്ഷ്യമല്ലേ? അതാ ലക്ഷ്യം. അത് ഈ സാധനം കാണാൻ മനസ്സിലാവും. ഇപ്പോഴത്തെ ട്രെൻഡിങ്. അതുപോലെ തന്നെ നമ്മുടെ ലൈലാൻഡിന്റെ ആ വളയ ഇത് 160 ആണോ? 180 ആണ് കേട്ടോ. 160 ആണ്. നമ്മുടെ മൈലേജ് ഉള്ള കിങ് ആണല്ലേ. ഇപ്പൊ ഒരുപാട് ഇപ്പൊ 160 മാർക്കറ്റ് ഉള്ള സമയം. കാരണം ഇപ്പൊ എല്ലാവരും മൈലേജ് നോക്കി തുടങ്ങിയതുകൊണ്ട് 160 മാർക്കറ്റ് കൂടുതലല്ല. അതുകൊണ്ട് വണ്ടി ഓടിക്കാനൊക്കെ എങ്ങനെയുണ്ട്? ഓടിക്കാൻ നല്ല സ്മൂത്ത് ആണ്. പിന്നെ സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല കമ്പനി സർവീസ് ആണ് വണ്ടി ഫുള്ളും. ബാക്കി സർവീസും കാര്യങ്ങളും എല്ലാം ഫുൾ കമ്പനിയാണ്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്കും കാര്യങ്ങളെല്ലാം ചെയ്ത് പോകും. അപ്പോൾ വെച്ചാൽ വണ്ടിയുടെ ഇന്റീരിയർ കയറുമ്പോൾ ലുക്ക് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരു ഓറഞ്ച് കളർ തീമിലാണ് അവർ ചെയ്തേക്കുന്നത്. മുകളിലത്തെ റെക്സിനായാലും താഴത്തെ ഒരു ഹെഡ് റെസ്റ്റ് ആയാലും മൊത്തം ഒരു ഓറഞ്ച് കളർ തീമിലാണ് ഇപ്പോൾ അവർ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ തൂക്ക് ലൈറ്റുകളും എല്ലാം നിറത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെച്ചാൽ വണ്ടിക്കാകെ ഇന്റീരിയർ എന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ഇന്റീരിയർ തന്നെയാണ്. സ്പീക്കറായാലും ഈ സ്പീക്കറാണ് നമുക്ക് മനസ്സിലാവും രഞ്ജൂസിൻ്റെ സ്പീക്കറാണ്. ഈ റെഡ് കളർ സാധനമൊക്കെ രഞ്ജു അതിൻ്റെ മാസ്റ്റർ പീസാണ് കേസ്. അപ്പോൾ വെച്ചാൽ വരെ ബാക്കിലേക്ക് വരുമ്പോഴും നമ്മുടെ സ്പൈഡറിൻ്റെ ഒരു ആകൃതിയിൽ ആ ഒരു രൂപത്തിലാണ് ഈ ഒരു നിയോൺ ബാക്കിൽ ചെയ്തേക്കുന്നത്. ഒരു പഞ്ച് ബോക്സൊക്കെ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ മൊത്തത്തിൽ ഒരു ഓറഞ്ച് കളർ തീമിലാണ് ആ സംഭവം ചെയ്തേക്കുന്നത്. അപ്പോൾ വെച്ചാൽ വരെ ബാക്കിൽ എന്തൊക്കെ ആണ് ഇരിക്കണതെന്ന് നമ്മുടെ ചേട്ടൻ പറഞ്ഞുതരും. സെറ്റ് 2 DD ഉണ്ട്. പിന്നെ 2 ട്യൂബ് ഉണ്ട്. പിന്നെ 4 ഔജുണ്ട്. മൊത്തത്തില് കുറേ ട്രെൻഡിങ് ആവാനുള്ള സാധനങ്ങളെല്ലാം വണ്ടിക്കകത്തുണ്ടല്ലേ. അതിന് പുറമെയാണ് ഇനി അപ്ഡേഷന് വേണ്ടിയിട്ട് പോകുന്നത്. ഒരു ഈ ഫീൽഡിൽ വരാനുള്ള കാര്യം അതുപോലെ തന്നെ ഈ ഫീൽഡിൽ ഇപ്പം ഉദാഹരണമല്ല നമ്മുടെ പച്ച കുത്തിയിരിക്കുന്ന കേസ്. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. അതെ, ആകെപ്പാടെ ഡ്രൈവിംഗ് എന്നുള്ള പണി മാത്രമേ. അല്ല, ഈ ഫീൽഡിൽ വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാലേ ഈ ഇപ്പൊ ജനിച്ചു പറഞ്ഞ കൊച്ചിന്റെ അടുത്ത് കേട്ടാലും എന്തിനു പോണെന്ന് പറഞ്ഞാൽ ഉടൻ പറഞ്ഞ എനിക്ക് ഡ്രൈവറായിട്ട് പോയി വണ്ടി ഓടിക്കണം, അതും ബസ് ഓടിക്കണം. അപ്പൊ അത് കേട്ട് എനിക്ക് നേരത്തെ ടൂറിസം ഫീൽഡായിരുന്നു. അപ്പൊ അതിൽ നിന്ന് മാറിയാണ് ഞാൻ പിന്നെ ഡ്രൈവിംഗ് ആയത്. പിന്നെ ആദ്യം ഞാൻ ഒരു ട്രാവലർ എടുത്ത് പിന്നെ അതിൽ നിന്നാണ് പിന്നെ ബസ്സിലോട്ടായത്. പിന്നെ ബസ് തന്നെ ഒരു വികാരം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് നടക്കുന്നു. ഒരു ഇൻസ്പിറേഷൻ തോന്നുന്നുണ്ടോ? പിന്നെ ഒരു ഇൻസ്പിറേഷൻ സ്റ്റോർ ചെയ്യാനുള്ള മുതലാണ് പഠിപ്പിക്കുന്നത് അല്ലേ? നമ്മുടെ ഹിസ്റ്ററി വരുത്തുന്നുണ്ട്. അതാണ് പവർ. വരെ വണ്ടിക്കകത്തുള്ള വിശേഷങ്ങളും വണ്ടിയുടെ പുള്ളിയുടെ കഥ സ്റ്റോറി എല്ലാം അതെല്ലാമാണ്. അവിടെ വണ്ടിയുടെ ആകുന്നുണ്ടോ? ഈ വണ്ടിയുടെ അടുത്ത് വരണം നിന്നെ കിടന്ന് വിളിച്ചോണ്ടെന്ന് നമ്മളെ ചേർക്കാനാണ്. ഇതുവരെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. പറയലേ എന്താ പറയാ, അടിപൊളി വണ്ടിപ്രാന്തനാണ് കേസ്. അപ്പോൾ വണ്ടിയുടെ അകത്തുള്ള വിശേഷങ്ങളും നമ്മുടെ വിശേഷങ്ങളും പുള്ളിക്കാരൻ്റെ വിശേഷങ്ങളും അതെല്ലാമാണ്. തീർന്നില്ല. വോക്കലേക്കണ്ടേ, പാട്ടേക്കണ്ടേ, ഇടിയേക്കണ്ടേ. പിന്നെ എൻ്റെ ക്യാമറയിൽ ഇടി എടുക്കില്ല. ഇടി ഉണ്ടെങ്കിലും ഹെഡ്സെറ്റ് കുത്തിയാൽ കേൾക്കാൻ പറ്റും കേസ്. വോക്കലേ അടിച്ച് ചേട്ടാ പാട്ടിട്ടോ. എല്ലാ സെറ്റ്. Spreading all around my room. It looks so bright. It's hard to breathe, but that's alright.
അപ്പോൾ അച്ഛന്മാര് നമ്മൾ വണ്ടിയുടെ റിവ്യൂ എടുക്കില്ല കഴിഞ്ഞ് കുറച്ച് നിന്ന് വണ്ടി ഓടി ഫ്രണ്ടിലോട്ട് പോവാണ്. നമ്മുടെ ചെറുക്കുന്ന അവിടെ ഉണ്ട്, നമ്മുടെ അവിടെ നിന്ന് വണ്ടി ഓടിക്കുന്നുണ്ട്. ചെറിയ റോഡാണ് കേട്ടോ. നമ്മൾ തിരിച്ച് പോകുമ്പോൾ ഒരു ചെറിയ റോഡിൽ ഇവിടെ നിന്ന് പോകുന്ന വണ്ടി വീടെടുക്കാൻ വേണ്ടിയിട്ട് ഓടി 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 ഇറക്കിന് കൈസ്. ഇവന് ഓടി തളർന്ന് കൈസ്. അപ്പോൾ അച്ഛന്മാരെ ഇന്നത്തെ ഒരു റിവ്യൂ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചെറുക്കനെ കൊണ്ട് എവിടെയാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. തൽക്കാലത്തേക്ക് ഇപ്പോൾ വണ്ടി എവിടെയാണ് ഇരുന്നത്? അതും ആ കാണുന്നത് പമ്പാണ്. നമ്മുടെ പഴയ ഇടയ്ക്ക് മുമ്പുള്ള ഒരു പമ്പിൻ്റെ ബാക്കിലാണ് വണ്ടി ഇപ്പോൾ ഇടുന്നത്. അപ്പോൾ അച്ഛന്മാരെ നമ്മളിത് ഇവിടെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ അച്ഛന്മാരെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു. അതുപോലെ തന്നെ നമ്മുടെ പുള്ളിക്കാരൻ്റെ നമ്പരൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ ഫ്രീത്ത് എത്ര വയസ്സുണ്ടല്ലേ? 23. കല്യാണം കഴിഞ്ഞതാണ്. വിശേഷം പറ, നിന്റെ വിശേഷം പറ. ഇനി ഏതാണ്ട് കാണുമെന്ന് അറിഞ്ഞൂടാ. ഞാൻ മോഗ്രയുടെ ഇപ്പൊ പുതിയ പാക്കേജിൽ മെമ്പറാണ്. മോഗ്ര പാക്കേജിൽ പുതിയ മെമ്പറാണ്. ഇനി എന്തെങ്കിലും ഓട്ടങ്ങൾ ഉണ്ടെങ്കിലൊക്കെ വിളിക്കണം. നമ്പേഴ്സ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പുത്തൻ വണ്ടി കണ്ടല്ലോ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനൽ ഭാര്യയുടെ പേര് ആദിത്യ. പുള്ളിയൊരു വണ്ടി പ്രാന്തിയാണ്. ഇന്ന് ചില സാഹചര്യങ്ങൾ കൊണ്ടുവന്ന് വരാൻ പറ്റിയില്ല, മഴയാണ്, കൊണ്ടുവന്ന് വരാൻ പറ്റിയില്ല. അടുത്ത വീഡിയോയിൽ എന്തായാലും കാണും. അപ്പോൾ ചേട്ടാ ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. അത്രേ ഉള്ളൂ. അപ്പോൾ അച്ഛന്മാർ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്ന ഒരു സൈനിങ് ഔട്ട് ഫ്രം മോഗ്ര വ്ളോഗേഴ്സ്. ബൈ ബൈ.